Radio Lime News Update. Brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. NHSന്റെ കാത്തിരിപ്പ് സമയം കൂട്ടിയതിനാൽ പല നിർണായക പരിശോധനകളും നടത്തുന്നതിന് തടസ്സമാകുന്നതായിട്ടുള്ള പരാതി വ്യാപകമായി ഉണ്ടായിരുന്നു. എന്നാൽ കമ്മ്യൂണിറ്റി ഡയഗ്നോസിസ് സെന്ററുകളുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ടത് ഒരു പരിധിവരെ ഇതിന് പരിഹാരമാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. റിപ്പോർട്ട് ഡയഗ്നോസിസ് സെന്ററുകളുടെ എണ്ണം കൂടിയതും പ്രവർത്തന സമയം വർദ്ധിപ്പിച്ചതുമാണ് ഇതിന് പ്രധാനകരമാണെന്നത് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. ഇംഗ്ലണ്ടിലെ രോഗികൾക്ക് ഇപ്പോൾ വൈകുന്നേരങ്ങളിലും വാരാന്ത്യങ്ങളിലും MRI സ്കാനുകൾ, എൻഡോസ്കോപ്പികൾ തുടങ്ങിയ പ്രധാനപ്പെട്ട പരിശോധനകളിലേക്ക് കൂടുതൽ പ്രവേശനം ലഭിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഷോപ്പിംഗ് സെന്ററുകളിലും ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിലും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും മിക്ക സമയങ്ങളിലും പ്രവർത്തിക്കുന്ന 170 CDCകൾ ഇംഗ്ലണ്ടിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് GPയിൽ നിന്നോ ആശുപത്രികളിലെ ക്ലിനിക്കൽ ടീമുകളിൽ നിന്നോ ഒരു റഫറൽ വഴി രോഗികൾക്ക് അവയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. ഇവരുടെ എണ്ണം ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചത് NHSനെ കൂടുതൽ സുസ്ഥിരമാക്കുവാൻ കഴിയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. സർക്കാർ കണക്കുകൾ അനുസരിച്ച് 100 CDCകൾ ദിവസത്തിൽ 12 മണിക്കൂറും ആഴ്ചയിൽ 8 ദിവസവുമാണ് പ്രവർത്തിക്കുന്നത്. കെന്റിലെ വീറ്റ് സ്റ്റേബിളിൽ യുവ ഡ്രൈവർ ഓടിച്ചിരുന്ന കാർ കാൽനട യാത്രക്കാർക്കിടയിലേക്ക് ഇടിച്ചു കയറി 2 വയസ്സുകാരനായ ആൺകുട്ടി കൊല്ലപ്പെട്ടു. സംഭവത്തിൽ മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ശനിയാഴ്ച വൈകിട്ട് 8 മണിക്ക് നടന്ന അപകടത്തെ തുടർന്ന് ഉടനെ തന്നെ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ആൺകുട്ടി സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചതായിട്ട് പോലീസ് പറഞ്ഞു. കുട്ടിയുടെ അടുത്ത ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട്. അപകടകരമായ ഡ്രൈവിംഗ് വഴി മരണത്തിന് കാരണമായെന്ന് സംശയിക്കുന്ന 20 വയസ്സുള്ള ഒരാളെ സംഭവ സ്ഥലത്ത് അറസ്റ്റ് ചെയ്തതായി പോലീസ് പറഞ്ഞു. ഇയാൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ്. സാക്ഷികളോ CCTV അല്ലെങ്കിൽ ഡാഷ് ക്യാം ദൃശ്യങ്ങളോ ഉള്ളവർ ബന്ധപ്പെടണമെന്ന് കെന്റ് പോലീസ് അഭ്യർത്ഥിച്ചു. പന്നികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെ രഹസ്യ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ലിങ്കൺഷെയറിലെ സൊമാർബി ടോപ്പ് ഫാമിൽ നിന്നുള്ള വിതരണം നിർത്തിവെച്ച് UKയിലെ ഏറ്റവും വലിയ 3 സൂപ്പർ മാർക്കറ്റുകളായ ടെസ്കോ, ആസ്ഡ, സെയിൻസ്ബറീസ് 2024 മെയ് മുതൽ 2025 ജനുവരി വരെ ആനിമൽ ജസ്റ്റിസ് പ്രോജക്ട് പകർത്തിയ ദൃശ്യങ്ങളിൽ തൊഴിലാളികൾ പന്നിക്കുട്ടികളെ ചവിട്ടുന്നതും പലകകളും പാഡുകളും ഉപയോഗിച്ച് അടിക്കുന്നതും ഗുരുതരമായ പരിക്കുകൾ അവഗണിക്കുന്നതും കാണിക്കുന്നു. തുറന്ന മുറിവുകളുള്ള പന്നികളെ വൃത്തികെട്ട തൊഴുത്തുകളിൽ സൂക്ഷിച്ചിരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഫാമിലെ നിർബന്ധിത ക്ഷേമ പരിശോധനകൾ പലപ്പോഴും നേരിട്ട് നടത്തുകയായിരുന്നുവെന്നും 90 സെക്കൻഡിനുള്ളിൽ 100 പന്നികളെ പരിശോധിച്ച സാഹചര്യം ഉണ്ടായിരുന്നുവെന്നും AJP പറഞ്ഞു. UKയിലെ ഏറ്റവും വലിയ പന്നിയിറച്ചി വിതരണക്കാരായ ക്രാൻസിക് 2023 അവസാനത്തോടെയാണ് ഈ ഫാം വാങ്ങിയത്. രോഗികൾ ഡിസ്ചാർജ് ആകുവാൻ മണിക്കൂറുകൾ കാത്തിരിക്കുന്ന അവസ്ഥയാണ് ലണ്ടനിലുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രയോജനപ്പെടുത്തി ലണ്ടനിലെ ചെൽസിയിലും വെസ്റ്റ്മിൻസ്റ്റർ NHSലും ഇതിന് പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ്. രോഗികളെ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചയക്കുവാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ സ്വയം പൂർത്തിയാക്കുവാൻ മണിക്കൂറുകളോളം കാലതാമസം ഒഴിവാക്കും. രോഗനിർണയം, പരിശോധനാ ഫലങ്ങൾ എന്നീ വിശദാംശങ്ങൾ ഉൾപ്പെടെ ഡിസ്ചാർജ് സമ്മറികൾ തയ്യാറാക്കുവാൻ AI സഹായിക്കും. രോഗികൾ ആശുപത്രി വിടും മുമ്പ് തയ്യാറാക്കേണ്ട വിവരങ്ങൾ AI ഉപയോഗിച്ച് രൂപീകരിക്കും. നിലവിൽ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പ് വേണ്ടിവരാറുണ്ട്. ഇത് ഒഴിവാക്കും. ഡോക്ടർമാർ രോഗികളുടെ പരിചരണത്തിൽ AI എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് നടപ്പാക്കുകയാണ്. രോഗികളുടെ കാത്തിരിപ്പ് സമയം കുറയ്ക്കുവാനും ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിംഗ് പറഞ്ഞു. ആശുപത്രികളിലെ ഡാറ്റാബേസുകൾ തയ്യാറാക്കുന്നത് ഉൾപ്പെടെ കാര്യങ്ങളിൽ AI പ്രയോജനപ്പെടുത്തുകയാണ്. ഇനി നാട്ടിലെ വാർത്തകൾ. മധ്യപ്രദേശിലെ ജബൽപൂരിൽ ഇസാഫ് ബാങ്ക് ശാഖയിൽ നിന്ന് 14.8 കിലോഗ്രാം സ്വർണവും 5 ലക്ഷം രൂപയും കവർന്ന സംഭവത്തിൽ 4 പ്രതികൾ പിടിയിൽ. ഓഗസ്റ്റ് 11 ബാങ്കിൽ അതിക്രമിച്ച് കയറിയ സംഘം ജീവനക്കാരെ ബന്ദികളാക്കി മോഷണം നടത്തിയത്. കാഞ്ചീപുരത്ത് ATMൽ നിന്ന് പണം എടുക്കുന്നതിനിടെ വൈദ്യുതാഘാതമേറ്റു. ഗവൺമെന്റ് സ്ട്രീറ്റ് സ്വദേശി വെങ്കടേഷനാണ് വൈദ്യുതാഘാതമേറ്റത്. ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. 8 വയസ്സുള്ള മകനുമൊത്ത് കാഞ്ചീപുരം ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപത്തെ ATMൽ എത്തിയതാണ്. കാർഡിട്ട ശേഷം പിൻ നമ്പർ ടൈപ്പ് ചെയ്തതിനിടെ കീപാഡിൽ നിന്ന് ഷോക്ക് ഏൽക്കുകയായിരുന്നു. വലതുകൈയിൽ ശക്തിയേറിയ വൈദ്യുതാഘാതമേറ്റതോടെ ചാടി പുറത്തിറങ്ങിയ വെങ്കടേഷൻ ഉടൻ തന്നെ കാഞ്ചീപുരം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടി. കീപാഡിൽ വൈദ്യുതി പ്രവാഹമുള്ളതായി പോലീസ് പരിശോധനയിൽ കണ്ടെത്തി. അഭ്യൂഹങ്ങളിൽ നിറഞ്ഞു നിന്നവരെയെല്ലാം ഒഴിവാക്കിയാണ് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി CP രാധാകൃഷ്ണനെ BJP തെരഞ്ഞെടുത്തത്. പാർട്ടിയുമായി ഉടക്കി പടിയിറങ്ങിയ ജഗദീപ് ധൻഖറിന് പകരക്കാരനായി തലമുതിർന്ന നേതാവിനെ തന്നെയാണ് BJP നിശ്ചയിച്ചിരുന്നത്. കൂടാതെ ദക്ഷിണേന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാവിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിയോഗിക്കുമ്പോൾ അതിന്റെ രാഷ്ട്രീയമാനങ്ങളും ഒട്ടേറെയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള മുതിർന്ന BJP നേതാവാണ് CP രാധാകൃഷ്ണൻ. 1957 ഒക്ടോബർ 20 തിരുപ്പൂരിൽ ജനിച്ച രാധാകൃഷ്ണന് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബിരുദമുണ്ട്. RSS ജനസംഘം എന്നിവയിലൂടെയാണ് പൊതുരംഗത്തെത്തിയത്. 1974 ജനസംഘത്തിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി. 96 തമിഴ്നാട് BJPയുടെ സെക്രട്ടറിയായി നിയമിതനായി.
കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM നേതാവുമായിട്ടുള്ള PP ദിവ്യക്കെതിരെ അഴിമതി ആരോപണത്തിൽ വിശദീകരണം തേടി ഹൈക്കോടതി. ദിവ്യക്കെതിരായ അഴിമതി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടു നൽകിയ പരാതി അട്ടിമറിച്ചു എന്ന് കാണിച്ച് KSU നേതാവ് P. മുഹമ്മദ് ഷമ്മാസ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ മറുപടി. ഈ മാസം 26-നകം വിജിലൻസ് വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോൾ ദിവ്യ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്നാണ് ആരോപണം. ബെനാമി സ്വത്തിടപാടുകളടക്കം സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസ് പരാതി നൽകിയിരുന്നു എന്ന് ഹർജിയിൽ പറയുന്നു. എന്നാൽ ഉന്നത ഇടപാടലില് 6 മാസമായിട്ടും പരാതിക്കാരന്റെ മൊഴി പോലും എടുക്കാതെ അന്വേഷണം അട്ടിമറിക്കുന്നു എന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇനി കായിക വാർത്തകൾ. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ സഞ്ജു സാംസനെ ഇന്ത്യൻ ടീമിന്റെ ഓപ്പണിംഗ് ബാറ്ററായി ഇറക്കരുതെന്ന് നിർദ്ദേശിച്ച് മുൻ ഇന്ത്യൻ താരം കൃഷ്ണമാചാരി ശ്രീകാന്ത്. മികച്ച ഫോമിലുള്ള അഭിഷേക് ശർമ്മയ്ക്കൊപ്പം സായ് സുദർശൻ, വൈഭവ് സൂര്യവംശി, യശസ്വി ജയ്സ്വാൾ എന്നിവരിൽ ഒരാൾ ഇറങ്ങണമെന്നാണ് ശ്രീകാന്തിന്റെ ആവശ്യം. കഴിഞ്ഞ ഏപ്രിലിൽ തിളങ്ങിയ താരങ്ങളെ ഓപ്പണറാക്കിയ ശേഷം സഞ്ജുവിന്റെ വിക്കറ്റ് കീപ്പറായി കളിപ്പിക്കണമെന്നും ശ്രീകാന്ത് വ്യക്തമാക്കി. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 118.30 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞ് കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൻ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.